ലോക സിനിമയ്ക്ക് മുമ്പിൽ തല ഉയർത്തി നിന്ന മലയാള സിനിമ ഇപ്പോൾ വലിയ നാണക്കേട് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മലയാള സിനിമയിൽ സജീവ സാന്നിധ്യമായി നിന്ന പല അഭിനേതാക്കളും നേരിട്ടുകൊണ്ടിരിക്കുന്ന ശാരീരികവും മാനസികപരവുമായുള്ള ബുദ്ധിമുട്ടുകളെ പറ്റിയുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ പല പ്രധാനപ്പെട്ട നടന്മാരുടെയും സംവിധായകന്മാരുടെയും നിർമ്മാതാക്കളുടെയും എന്തിനേറെ പ്രൊഡക്ഷൻ കൺട്രോൾ വരെ നടത്തുന്നവരുടെ മുഖംമൂടിയാണ് അഴിഞ്ഞു വീഴുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തിവിവരങ്ങളൊന്നും പുറത്തുവിടാത്ത സാഹചര്യത്തിൽ പലരുടെയും പേരിലാണ് ഇപ്പോൾ സംശയം നീളുന്നത്. അതായത് തെറ്റു ചെയ്തവരോടൊപ്പം തെറ്റു ചെയ്യാത്ത നിരവധി പുരുഷ നടന്മാരുടെയും പേരുകൾ ജനങ്ങളുടെ ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്നു എന്ന് സാരം. ഇവിടെ സിനിമാ മേഖലയേക്കാൾ അപ്പുറത്തേക്ക് ഇത് രാഷ്ട്രീയപരമായി കൂടി ശ്രദ്ധ നേടുന്ന ഒരു വിഷയമാണ്. കാരണം ഇത്തരത്തിൽ ഒരു പ്രശ്നം ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, കൊല്ലങ്ങളായി മലയാള സിനിമയ്ക്കുള്ളിൽ നടക്കുന്ന ഒരു വിഷയമാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ സ്ത്രീകൾ മൊഴി നൽകിയിട്ടും സർക്കാരിൻ്റെ പ്രതിനിധിയായി സിനിമാ മേഖലയുടെ മന്ത്രിയായി നിൽക്കുന്ന സജി ചെറിയാൻ അടക്കമുള്ള മന്ത്രിമാരൊന്നും ആദ്യഘട്ടങ്ങളിലൊന്നും ശബ്ദമുയർത്തുന്നില്ല. പിന്നീട് മാധ്യമങ്ങളും പൊതുജനവും ഒക്കെ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയുള്ള ആവശ്യം ഉന്നയിക്കുമ്പോഴാണ്, മാധ്യമങ്ങൾ ഇത് ഏറ്റെടുത്ത് കഴിയുമ്പോഴാണ് മന്ത്രി സജി ചെറിയാൻ അടക്കമുള്ള സർക്കാർ സംവിധാനത്തിലെ പ്രധാനികളെല്ലാം ഈ വിഷയത്തിൽ ശബ്ദമുയർത്തുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മന്ത്രി സജി ചെറിയാനെതിരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശിക്കുന്നവർ നിരവധിയാണ്. അതിൽ ഏറ്റവും പ്രധാനി ഹൈക്കോടതി വക്കീലായ ഹരീഷ് വാസുദേവനാണ്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ മന്ത്രി സജി ചെറിയാനെതിരെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് പ്രതികരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: WCC എന്ന സംഘടനയും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനും ഈ രണ്ടുപേർ അവരുടെ പ്രിവിലേജുകൾ എவ்விധമാണ് ഉപയോഗിച്ചതെന്ന് നോക്കൂ. തങ്ങളുടെ തൊഴിലിൽ തിരിച്ചടി നേരിടുമെന്ന് അറിഞ്ഞിട്ടും വ്യക്തിപരമായി ഒട്ടേറെ നഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് ബോധ്യം വന്നിട്ടും WCC അംഗങ്ങൾ അനീതിക്കെതിരെ ശബ്ദിച്ചു. മറ്റുള്ള സ്ത്രീകൾക്കു വേണ്ടി കൂടി തൊഴിൽ രംഗത്ത് സുരക്ഷ ഉണ്ടാക്കുവാനും ഈ തൊഴിലിടത്തെ മെച്ചപ്പെടുത്തുവാനും പ്രതികരിച്ചു. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടാക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചു. ഇതിൽ ആരും സ്വന്തം കാര്യം പറയാൻ വന്നവരല്ല. വേണമെങ്കിൽ അവർക്ക് മിണ്ടാതിരുന്ന് തുടരാമായിരുന്നു. അവർക്ക് കിട്ടിയ വിസിബിലിറ്റി എന്ന പ്രിവിലേജ് കൂടെയുള്ള വനിതാ തൊഴിലാളികൾക്ക് വേണ്ടി WCC അംഗങ്ങൾ ഉപയോഗിച്ചു. ഫലമോ പാർവതി ഉൾപ്പെടെയുള്ളവർക്ക് വിലക്ക് നേരിട്ടു. ഈ വാക്കുകൾ കൊണ്ട് WCCയെ പുകഴ്ത്തിയതിനു ശേഷം ഹരീഷ് ചെയ്യുന്നത് മറ്റൊന്നാണ്. മന്ത്രി സജി ചെറിയാന്റെ ഭാഗം വ്യക്തമാക്കുകയാണ്. മന്ത്രി സജി ചെറിയാനെ പറ്റി അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: മന്ത്രി സജി ചെറിയാനോ തൊഴിലാളികളുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചതിന്റെ പേരിൽ രാഷ്ട്രീയ നേതാവായി, സാംസ്കാരിക മന്ത്രിയായി, സാംസ്കാരിക വകുപ്പിനെയും അതിൻ്റെ കീഴിലെ ജനങ്ങളുടെയും ജീവിതം മെച്ചപ്പെടുത്തുവാനുള്ള ജോലിക്ക് പൊതുജനങ്ങളിൽ നിന്ന് കൂലി വാങ്ങുന്ന ആളാണ് മന്ത്രി. അതാണല്ലോ മന്ത്രിയുടെ ജോലി. പോഷ് ആക്ട് സിനിമാ മേഖലയിൽ നടപ്പാക്കിയോ? ഇല്ല. അതിനും കാശ് മുടക്കി കോടതിയിൽ പോയി ഉത്തരവ് വാങ്ങേണ്ടി വന്നു അവർക്ക്. സർക്കാർ പണം മുടക്കി ഉണ്ടാക്കിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്വന്തം ഓഫീസിലിരിക്കെ അത് കണ്ടില്ലെന്ന് നടിച്ച് അതിന്മേൽ ഉറങ്ങി. അത് പുറത്തുവിടരുതെന്ന് RTA കമ്മീഷന്റെ ഉത്തരവ് അപ്പീൽ ചെയ്യണമെന്ന ഇക്കാലം അത്രയും ഈ മന്ത്രിക്ക് തോന്നിയില്ല. ജനം അറിയേണ്ടതാണ് അത് എന്ന് മന്ത്രിക്ക് തോന്നിയില്ല. പൂഴ്ത്തിവെക്കുന്നതിലെ ജനാധിപത്യ വിരുദ്ധത മന്ത്രിക്ക് ബോധ്യപ്പെട്ടില്ല. ആരും എനിക്ക് പരാതി തന്നില്ല എന്ന മുട്ടാപ്പോക്ക് ന്യായം പറഞ്ഞ ഈ വർഷങ്ങളിലെല്ലാം മന്ത്രിയുടെ പ്രിവിലേജ് അനുഭവിച്ച് മൗനം പാലിച്ചു. പരാതി വരുമ്പോഴാണ് തങ്ങളുടെ ജോലി തുടങ്ങുന്നതെന്ന യുക്തിയൊക്കെ 1947 മുമ്പ് രാജാവിൻ്റെയും പ്രജയുടെയും കാലത്തെ യുക്തിയാണ് ബഹുമാനപ്പെട്ട മന്ത്രി. പരാതി നൽകാൻ പോലും ഒരാൾക്ക് ഒരു മിനിമം പ്രിവിലേജ് വേണമെന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വർഗസമര ചരിത്രം അറിയുന്ന ആർക്കും അറിയാമല്ലോ. ദിലീപിനെതിരെ പരാതിപ്പെട്ട ഭാവനയ്ക്ക് തൊഴിൽ വിലക്ക് നേരിട്ട കേരളമാണ് എന്നോർക്കണം. ജനാധിപത്യത്തിലെ അധികാര ഇരകളുടെ പ്രശ്നം മനസ്സിലാക്കണം. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പലവിധ കുറ്റകൃത്യങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. കേസെടുക്കുവാൻ നാളിതുവരെ പോലീസിനോട് മന്ത്രി പറഞ്ഞു. ലളിതകുമാരി കേസിന്റെ വിധി ബാധകമല്ലേ? അതിനി മുഹൂർത്തം നോക്കണോ? നിർമ്മാതാക്കളും താരരാജാക്കന്മാരുമായുള്ള സൗഹൃദത്തിനോ സർക്കാരിൻ്റെ ഇക്വേഷനോ കോട്ടം തട്ടുമെന്നത് കൊണ്ടാണോ നടപടി വൈകുന്നത്? എപ്പോഴാണ് FIR ഇടുക? സിനിമാ കോൺക്ലേവ് എന്ന പേരിൽ ഗ്ലാമറസ് പരിപാടി നടത്തി ഇന്നലെ വരെ ഈ അനീതിയോട് സന്ധി ചെയ്തവർക്കൊപ്പം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് വാർത്തയുണ്ടാക്കിയാൽ പോരാ. ആദ്യം ഈ ക്രിമിനൽ ആക്ടിവിറ്റി FIR ഇട്ട് അന്വേഷിക്കണം. ആരൊക്കെയാണ് പാതിരാത്രി തൊഴിലിടങ്ങളിൽ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി ആക്രമിക്കുവാൻ തുനിഞ്ഞത്? അവർക്ക് IPC പറഞ്ഞിരിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കണം. വനിതാ തൊഴിലാളികളുടെ തൊഴിലിട ചൂഷണത്തിനായി മന്ത്രി ചെയ്യാൻ ബാധ്യതപ്പെട്ട എന്ത് ജോലി ചെയ്താലും WCC അംഗങ്ങൾ നേരിട്ട പ്രശ്നങ്ങൾ മന്ത്രിക്ക് നേരിടേണ്ടി വരില്ല. കാരണം ഭരണഘടന മന്ത്രിക്ക് നൽകിയിരിക്കുന്ന പ്രിവിലേജ് ഇത്തരം കാര്യങ്ങളിൽ നടപടി ഉറപ്പാക്കാനാണ്. എന്നാൽ അതൊന്നും സമയത്ത് ചെയ്തില്ല എന്നിടത്താണ് AK ബാലനെയും സജി ചെറിയാനെയും ചരിത്രം അടയാളപ്പെടുത്തുക. ഈ വിമർശനം വ്യക്തിപരമേ അല്ല,
പൊളിറ്റിക്കലാണ്. ഞാനും നിങ്ങളും അനീതിയോട് സന്ധി ചെയ്യുന്ന ഘട്ടങ്ങളിലെല്ലാം ഇത് നമ്മളെ ഓർമ്മപ്പെടുത്തേണ്ടതാണ്. നമ്മുടെ പ്രിവിലേജ് അതില്ലാത്തവരുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടാൻ ഉപയോഗിക്കുവാനുള്ളതാണ്. ഞാനായാലും നിങ്ങളായാലും. ഈ റിപ്പോർട്ടിന് പിന്നിൽ പ്രയത്നിച്ച WCCക്ക് അഭിനന്ദനങ്ങൾ. ഇങ്ങനെയാണ് ഹരീഷ് വാസുദേവന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇതിൽ മന്ത്രി സജി ചെറിയാനോട് രൂക്ഷമായ ചില ചോദ്യങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ഈ റിപ്പോർട്ട് തന്റെ മേശയ്ക്ക് പുറത്തിരുന്നപ്പോൾ എന്തുകൊണ്ട് മന്ത്രി സജി ചെറിയാൻ ഒരു അക്ഷരം പോലും മിണ്ടിയില്ല? പോഷ് ആക്ട് എന്തുകൊണ്ട് നടപ്പിലാക്കിയില്ല? അതിനും സിനിമാ മേഖലയിലെ ചിലർ കോടതിക്ക് മുമ്പിൽ എത്തേണ്ടതായി വന്നു. അങ്ങനെ രൂക്ഷമായ ഭാഷയിൽ കുറ്റപ്പെടുത്തുമ്പോഴും WCCയോട് തികഞ്ഞ ആദരവും WCC നടത്തിയ ഇടപെടലിനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു ഹരീഷ് വാസുദേവൻ.